Therefore, welcome one another as Christ has welcomed you for the glory of God. Romans 15:7. Now I invite Mr. Jaymon Piuni for the welcome speech. ദൈവനാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഷാർജ മാർത്തോമ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ 4 പ്രയർ ഗ്രൂപ്പുകൾ സംയുക്തമായി നടത്തപ്പെടുന്ന ക്രിസ്തുമസ് കരോളാണല്ലോ ഇന്നിവിടെ നടത്തപ്പെടുന്നത്. അതായത് അബുഷകര ചോയിത്രം, അബുഷകര സിറ്റി സെൻറ്റർ, അജുമാൻ GMC, മദർ ക്യാറ്റ് എന്നീ പ്രയർ ഗ്രൂപ്പുകളാണല്ലോ. ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെ ആഘോഷമാണല്ലോ. മാനവരാശിയുടെ രക്ഷയ്ക്കു വേണ്ടി ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് സ്നേഹത്തിൻ്റെ പുതിയ അധ്യായം തുറന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണല്ലോ ക്രിസ്തുമസ്. കഴിഞ്ഞ 1-2 വർഷക്കാലം നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ ചിലതൊക്കെ ഓർക്കാതെ പോകുന്നത് ശരിയല്ല. ഉറ്റവരും ഉടയവരും സ്നേഹിതരും നഷ്ടപ്പെട്ടവർ അനവധിയാണ്. ആ ഓർമ്മകളുടെ മുമ്പിൽ ശിരസ് നമിക്കുകയാണ്. ആഘോഷങ്ങളില്ലാത്ത, ആഭരണങ്ങളില്ലാത്ത, ആർഭാടങ്ങളില്ലാത്ത കാലം, സൗന്ദര്യവും സൗന്ദര്യബോധവും സൗന്ദര്യ വസ്തുക്കളും വേണ്ടാതായി, ചിരിയും കരച്ചിലും എല്ലാം മനസ്സിലൊതുക്കിയ കാലം. ആദ്യ ചുംബനവും അന്ത്യചുംബനവുമില്ല. പള്ളികളും സ്കൂളുകളുമെല്ലാം അനാഥമായ അവസ്ഥ. എന്തിനേറെ പറയുന്നു, അടയ്ക്കപ്പെട്ട കൂട്ടത്തിൽ മൂക്കും വായും ഒരുപോലെ അടയ്ക്കപ്പെട്ടു. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ മുട്ടാടുകളെയും കുഞ്ഞാടുകളെയും വഴിതെറ്റാതെ നേർവഴി കാട്ടുവാൻ നമ്മുടെ ഇടയന്മാർ വളരെ ജാഗരൂകരായിരുന്നു എന്നതുകൊണ്ട് സത്യം തന്നെ. ഈ കുഞ്ഞാടുകൾക്കും മുട്ടാടുകൾക്കും ആത്മീയ ആഹാരം കൊടുക്കുകയും പോരാഞ്ഞിട്ട് ഓൺലൈൻ വഴിയായി അത് സമയാസമയങ്ങളിൽ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു എന്നത് വളരെ പ്രശംസനീയം തന്നെ. എന്നിരുന്നാലും ഞങ്ങളെപ്പോലുള്ള സീനിയർ മുട്ടാടുകളെ കുഞ്ഞാടുകളിൽ നിന്നും വേർപെടുത്തി പ്രത്യേക കൂട്ടിലാക്കിയത് ഇതിൻ്റെ പിന്നിൽ ഞങ്ങളോടുള്ള കാരുണ്യമാണോ എന്നതിൽ സംശയം ഇല്ലാതില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് ഈ സംയുക്ത ക്രിസ്തുമസ് കരോളിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ ഇടവക വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട മാത്യു എബ്രഹാം അച്ഛനാണല്ലോ. നമ്മോടൊത്ത് അച്ഛൻ്റെ ആദ്യ ക്രിസ്തുമസ് ആഘോഷമാണല്ലോ. ഈ അവസരത്തിൽ അച്ഛനെയും കുടുംബത്തെയും ഈ ക്രിസ്മസ് കരോൾ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സന്തോഷത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ ഇടവകയുടെ ചാപ്പിളിൻ അച്ഛനായിരിക്കുന്ന ജിജോ വർഗീസ് അച്ഛനാണല്ലോ. ഇന്ന് നമ്മൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തുമസ് സന്ദേശം നൽകുന്നത് ജിജോ അച്ഛനാണ്. അച്ഛനെയും കുടുംബത്തെയും ഈ 4 പ്രയർ ഗ്രൂപ്പിൻ്റെയും നാമത്തിൽ ക്രിസ്മസ് കരോളിലെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ ഇടവകയുടെ അസിസ്റ്റന്റ് വികാരിയായിരിക്കുന്ന ജോബി തോമസ് സാമുവൽ അച്ഛനാണല്ലോ. നമ്മുടെ പ്രിയ അച്ഛനെയും കുടുംബത്തെയും ഈ സംയുക്ത കരോളിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ ഇടവക സെക്രട്ടറി ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷിജു മോനെയും എത്രയും സ്നേഹത്തോടും ആദരവോടും കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. കൂടാതെ ഇടവക ചുമതലക്കാർ, ഇടവക അംഗങ്ങൾ, 4 പ്രയർ ഗ്രൂപ്പിൻ്റെ ചുമതലക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ, മുതിർന്നവർ, കുഞ്ഞുങ്ങൾ, മറ്റു ഇതര സഭകളിൽ നിന്ന് വന്നവർ, ഈ പ്രോഗ്രാമിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്നവർ, ശബ്ദവും വെളിച്ചവും നൽകുന്നവർ, കെയർ ടേക്കർ, എല്ലാവരെയും ഈ 4 പ്രയർ ഗ്രൂപ്പിൻ്റെ നാമത്തിലും ക്രിസ്മസ് കരോൾ പ്രോഗ്രാമിൻ്റെ നാമത്തിലും ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. Thank you, sir. Of the Bible reading.
Today's second reading from the Bible is taken from Paul's letter to the Galatians, chapter 4, verses 1 to 7. Galatians, chapter 4, verses 1 to 7. What I am saying is that as long as the heir is a child, he is no different from a slave, although he owns the whole estate. He is subject to guardians and trustees until the time set by his father. So also, when we were children, we were in slavery under the basic principles of the world. But when the time had fully come, God sent his Son, born of a woman, born under law, to redeem those under the law, that we might receive the full rights of the sons. Because you are sons, God sent the Spirit of his Son into our hearts, the Spirit who calls out, Abba, Father. So you are no longer a slave, but a son. And since you are a son, God has made you also an heir. Here ends the Bible portion. Amen. Let them praise his name with dancing, making melody to him with tambourine and lyre. Psalms 149 verse 3. Here are the junior kids of Ajman GMC Prayer Group presenting an action song. Favorite time of year, snow is falling down, lots of Christmas cheer. Start Here it comes again, my favorite time of year. Snow is falling down, lots of Christmas cheer. Starry nights, Christmas lights gather around the tree. Get the candy canes and the pumpkin pie. Hang the stockings up by the fireside. Starry nights, Christmas lights, hear the sleigh bells ring, ring, ring. Step into Christmas time and put your hands up high.
kids, for your amazing performance. Call upon stage the girls of Ajman GMC prayer group to present a group dance. Last Christmas, I gave you my heart, but the very next day, you gave it away. This year, to save me from tears, I'll give it to someone special. Last Christmas, I gave you my heart, the very next day, you gave it away. This year, to save me from tears, I'll give it to someone special. Yeah. I don't want a lot for Christmas. There is just one thing I need. I don't care about the presents underneath the Christmas tree. I just want you for my own, more than you could ever know. Make Make my wish come true. All I want for Christmas, ooh, is you. Jingle bell, jingle bell, jingle bell rock. Jingle bells swing and jingle bells ring. Snowing and blowing are bushels of fun. Now the jingle hop has begun. Jingle bell, jingle bell, jingle bell rock. Jingle bells chime in jingle bell time. Dancing and prancing in Jingle Bell Square. In the frosty air. You better watch out. You better not cry. You better not pout. I'm telling you why. Santa Claus is coming to town. He sees you when you're sleeping. He knows when you're awake. He knows when you've been bad or good. So Be good for goodness sake. you better watch out. You better not cry. You better not pout. I'm telling you why. Santa Claus is coming to town. Santa Claus is coming to town. Santa Claus is coming to town. Happy New Year. That was an explicit performance. അഗസ്റ്റസ് സീസറിന്റെ ഭരണവർഷം There shall arise a star. ഹേറോദേസ് എന്ന രാജാവിന്റെ കാലത്താണ് യൂദയായിലെ ബെത്ലഹേമിൽ ഉണ്ണീശോ ജനിക്കുന്നത്. അതായത് വിവാഹത്തിന് മുൻപ്. ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മകളെ, നീ സമാധാനമായിരിക്കുക. ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അമ്മേ, എലിസബത്തും ഗർഭിണിയായിരിക്കുന്നു. ഞാൻ അവിടെ ചെന്ന് എന്റെ സന്തോഷം പങ്കുവെക്കട്ടെ. ദൈവത്തിന് സ്തുതി.
നീ ഉടൻ തന്നെ അവിടെ ചെന്ന് അവളെ പരിചരിക്കുക. എൻ്റെ അന്വേഷണവും എലിസബത്തിനെ അറിയിക്കുക. ഇലേമേ, മറിയം, ദൈവത്തിന്റെ സന്ദേശം ലഭിച്ച ഭാഗ്യവതി. മറ്റെല്ലാ സ്ത്രീകളെയുംക്കാൾ ദൈവാനുഗ്രഹം ലഭിച്ചവളാണ് നീ. മറിയം, നീ ഒരു ദിവ്യ പൈതലിന്റെ മാതാവാകും. പക്ഷേ ഇളയമ ഇതെങ്ങനെ അറിഞ്ഞു? നിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ തന്നെ എന്റെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടിയത് ഞാൻ തൊട്ടറിഞ്ഞു. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വന്നതുകൊണ്ട് ഞാനും മാനിക്കപ്പെടും. എല്ലാം ദൈവത്തിന്റെ കൃപ. ഈ സന്തോഷ വാർത്ത അറിഞ്ഞത് പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ ഇവിടേക്ക് പുറപ്പെട്ടു. നീ തനിച്ചാണോ വന്നത്? അന്ന എവിടെ? ഇതറിഞ്ഞതിൽ പിന്നെ അമ്മയും വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഈ കുന്നും മലയും കയറിയുള്ള യാത്രയൊന്നും അമ്മയ്ക്ക് പറ്റില്ലല്ലോ. ദാ എന്തൊക്കെയോ തന്നു വിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇനി കുറച്ചുനാൾ കഴിഞ്ഞേ മടങ്ങി പോകുന്നുള്ളൂ. എന്റെ കർത്താവിന്റെ അമ്മ എന്നെ പരിചരിക്കാനോ? ഇത് വിശ്രമിക്കേണ്ട സമയമല്ലേ? ഇളയമ്മയെ പരിചരിക്കുവാൻ ഞാൻ കടപ്പെട്ടവളാണ്. വരൂ. ഇനി ബാബിലോണിൽ നിന്നും യൂദയ നാട്ടിലേക്ക് ദൂരം, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്കുള്ള ദൂരം. ഇളയമ്മയെ 3 മാസത്തോളം ശുശ്രൂഷിച്ചിട്ട് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകാനൊരുങ്ങുന്നതിന്റെ തലേ രാത്രിയിൽ നക്ഷത്രങ്ങൾ വിരിഞ്ഞ ആകാശത്തിന് കീഴെ എലിസബത്തിന്റെയും മറിയത്തിന്റെയും കൂടിക്കാഴ്ച. മൂന്ന് മാസം എത്ര വേഗം കടന്നു പോയല്ലേ. മേരി, നാളെ നീ നസ്രത്തിലേക്ക് മടങ്ങി പോകുമല്ലേ? എന്റെ കുഞ്ഞെ, നിന്നെ കുറിച്ച് ഓർക്കുമ്പോ യഹോവേ, നാളെ നീ വീട്ടിൽ തിരികെ ചെല്ലുമ്പോ കാണുന്നവർക്കൊക്കെ മനസ്സിലാകും നീ ഗർഭിണിയാണെന്ന്. നിന്റെ പിതാവ്, നിന്റെ അമ്മ, ദൈവദൂതന്റെ വാക്കുകൾ അവരോട് പറഞ്ഞ ആര് നിന്നെ വിശ്വസിക്കും? ആര് നിന്നെ മനസ്സിലാക്കും? ആരോട് നീ ഇതെല്ലാം പറയും? വേണ്ട മേരി, നീ ഈ അവസ്ഥയെ തിരികെ പോകണ്ട. ചാർച്ചക്കാരും എല്ലാവരും ചേർന്ന് നിന്നെ ഒറ്റപ്പെടുത്തും. ഓർത്തിട്ട് എനിക്ക് മേരി, വേണ്ട മേരി, നീ പോവണ്ട. നീ ഇവിടെ നിൽക്ക, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. അവിടെ ചെന്നാൽ നിനക്കായി കാത്തിരിക്കുന്ന ആ ജോസഫ്, അയാൾ നിന്നെ വിശ്വസിക്കുവോ? ഗർഭിണിയായി നിന്നെ അയാൾ സ്വീകരിക്കുവോ? ഓ എന്റെ ദൈവമേ. നോക്ക്, ഇളയമ്മ കരുതും പോലെ ഒന്നും ഒരനർത്ഥവും എനിക്ക് സംഭവിക്കില്ല. ബന്ദി എന്ന പഴി കേട്ട് ഈ ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞ നിങ്ങൾ ഇന്ന് എത്ര ഭാഗ്യവതിയാണ്. ശക്തനായവൻ നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ? ഞാനും വിശ്വസിക്കുന്നു. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്ക്. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? അവിടുന്നിൽ വിശ്വസിച്ചിട്ട് ആരെയാണ് അവിടുന്ന് വെറും കൈയാൽ പറഞ്ഞയച്ചത്? വാഗ്ദാനങ്ങളിൽ എന്നും വിശ്വസ്തനാണവൻ, വാക്കുമാറാത്തവൻ. എന്റെ യഹോവേ, എന്റെ ചിത്തം അങ്ങയിൽ ആനന്ദിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഇതാ ഞാൻ.
പിറക്കാനിരിക്കുന്ന നമ്മുടെ രക്ഷകന്. എന്തിനായിരിക്കും ഇത്ര അടിയന്തരമായി ഹെറോദോസ് രാജാവ് നമ്മളോട് വരാൻ പറഞ്ഞിട്ടുണ്ടാവുക? അതിനെക്കുറിച്ച് കൂടുതലായി ഒന്നും എനിക്കറിയില്ല. എത്രയും പെട്ടെന്ന് രാജാവിനെ മുഖം കാണിക്കാൻ മാത്രമാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. ഹെറോദേസ് രാജാവ് നീനാൽവാഴട്ടെ, ഹെറോദേസ് രാജാവ് നീനാൽവാഴട്ടെ, ഹെറോദേസ് രാജാവ് നീനാൽവാഴട്ടെ. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം എല്ലാം മുറ പോലെ നടക്കുന്നുണ്ടല്ലോ. പ്രഭു, കൽപ്പന പ്രകാരം എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്യാൻ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പ്രഭു, അങ്ങയെ മുഖം കാണിക്കാൻ 3 ജ്ഞാനികൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവരോട് കടന്നു വരാൻ പറയും. ഉത്തരവ് പോലെ. ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. കൽപ്പന പോലെ പ്രഭു. ഹെറോദേസ് രാജാവിന് പ്രണാമം. നമ്മുടെ കൊട്ടാരത്തിലേക്ക് മൂവർക്കും സ്വാഗതം. എന്താണ് നിങ്ങളുടെ ആഗമന ഉദ്ദേശം? പ്രഭു, ഞങ്ങൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് വരുന്നവരാണ്. യൂദയ ദേശത്ത് ഒരു പുതിയ രാജാവ് ജനിച്ചുവെന്നറിഞ്ഞ് അവനെ കാണുവാനും ആരാധിക്കുവാനും വന്നതാണ്. പുതിയ രാജാവ്? നമ്മുടെ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ജനനം സംഭവിച്ചിട്ടില്ല. യൂദയ ദേശത്തും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ ആരെ കുറിച്ചാണ് പറയുന്നത്? ഏത് രാജാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ജനനം സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് വെളിപാടുണ്ടായതാണ്. ശിശുവിനെ കണ്ടെത്താൻ യാത്ര പുറപ്പെട്ട ഞങ്ങൾ വഴികാട്ടിയായി കിഴക്ക് ദിക്കിൽ ഒരു നക്ഷത്രം കണ്ടു. ആ നക്ഷത്രം ഞങ്ങളെ ഈ ദേശത്തേക്കാണ് നയിച്ചത്. അങ്ങയുടെ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ജനനം സംഭവിച്ചിട്ടില്ലാത്തതിനാൽ ഞങ്ങളെ തിരികെ പോകാൻ അനുവദിച്ചാലും. നിങ്ങൾ പോയി ആ ശിശുവിനെ അന്വേഷിക്കുക. അവനെ കണ്ടെത്തിയാൽ മടങ്ങി വന്ന് നമ്മെയും ആ വിവരം അറിയിക്കുക. നമുക്കും പോയി അവനെ ആരാധിക്കണം. ഉത്തരവ് പോലെ പ്രഭു. ആരെവിടെ? പ്രഭു, സേനാനായകനോട് നമ്മെ വന്ന് മുഖം കാണിക്കാൻ പറയൂ. കൽപ്പന പോലെ. ഹെറോദേസ് രാജാവിന് പ്രണാമം. നമ്മുടെ ദേശത്ത് ഏതോ പുതിയ രാജാവ് ജനിച്ചിരിക്കുന്നുവെന്ന് 3 ജ്ഞാനികൾ വന്ന് നമ്മെ അറിയിച്ചു. അവരെ പിന്തുടരുക. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെന്നറിഞ്ഞാൽ തൽക്ഷണം ആ ശിശുവിനെ വധിക്കുക. ഉത്തരവ് പോലെ മഹാരാജൻ. ഹവ്വ ലോകനാശത്തിന് കാരണമായെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത മറിയം ലോകത്തിന്റെ സകരക്ഷകയായി. ഹെറോദേസ് അരുംകൊല ചെയ്ത കുഞ്ഞു പൈതങ്ങളുടെ ദീനരോദനങ്ങൾ സ്വർഗത്തെ നൊമ്പരപ്പെടുത്തിയപ്പോൾ വിദിതനായ ദൈവം മറിയത്തിന്റെ അഗാധമായ താഴ്മയിൽ കടാക്ഷിച്ചുകൊണ്ട് ഏകജാതന നൽകാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ചതിന്റെ നേരടയാളമായി മറിയത്തിന്റെ ഉദരത്തിൽ ഭ്രൂണമായി. ഇതാ സകല സൃഷ്ടികൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സന്ദേശം. മാലാഖമാരുടെ രാരീര ഗീതങ്ങൾ മുഴങ്ങിയ ബത്ലഹേമിലെ മഞ്ഞണിഞ്ഞ താഴ്വാരം.
മുഴുവൻ സ്വയം വഹിക്കാൻ. Contemplo los hilos cien, firmamento puedo saber cuán grande eres tú. Señor, mi Dios es más grande, mi problema en Dios. Oh, mi necesidad, mi enfermedad, le respuestas tú. Oh, mi Dios, oh, espera en Dios, mi Dios, oh, mi Dios, tú eres mi criador. That was a spectacular performance. അജ്മാൻ GMC പ്രകടനെ സംബന്ധിച്ച് സെക്രട്ടറി ലിജോ പി വർഗീസിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം വർക്കായിരുന്നു അവിടെ നടന്നത്. മനോഹരമായ സ്കിറ്റും ജൂനിയർ കിഡ്സിൻ്റെ ആക്ഷൻ സോങ്ങും സീനിയർ കിഡ്സിൻ്റെ ഗ്രൂപ്പ് ഡാൻസും ഇന്നിവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വൈസ് പ്രസിഡന്റ് സജി കെ എബ്രഹാം, മിസ്റ്റർ ജെയ്മോൻ പി ഉണ്ണി, സുജ ജെയ്മോൻ, എൽസ ഷാൻഡി, ഈഷ ഷാൻഡി, നിമ്മി ലിജോ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളട്ടെ.